ടെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്യാരറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കുക്കിംഗ് പരീക്ഷണമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിനുവേണ്ടി ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് എടുത്തത്. ഇത് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തു. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതിനിപ്പോൾ ഒരു 150 ഗ്രാം വെയിറ്റാണ് ഉള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് ഒരു മുട്ട, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത്രയാണ്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞു വരുന്നവരെ യോജിപ്പിച്ചു. എന്നിട്ട് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുത്തു. 325 ഗ്രാം മൈദ, അതായത് ഒരു 2.25 കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർത്തത്. എന്നിട്ട് ആദ്യം ഇതൊരു സ്പാച്ചുല ഉപയോഗിച്ച് ഇതേപോലെ യോജിപ്പിച്ചെടുത്തു. ഇതെല്ലാം ഒരുമിച്ചായി ഒരു ബോൾ പോലെ ആയ ശേഷം നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കുകയാണ് ചെയ്തത്. 10-12 മിനിറ്റൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനൊരു 5 മിനിറ്റ് നേരം ഇത് കുഴച്ച ശേഷം 2-3 മിനിറ്റ് റെസ്റ്റ് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി കുഴച്ചെടുത്തു. ആ ഒരു സമയം കൊണ്ട് മാവ് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിന് മുകളിൽ അല്പം നെയ്യ് തടവി കൊടുത്ത ശേഷം മാവ് ഇവിടെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ചെയ്തത്. ഡ്രൈ ആയി പോയിരിക്കാനായിട്ട് ആ ബൗൾ ഉപയോഗിച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറിന് ശേഷമാണ് പിന്നെ മാവിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നത്. അപ്പോഴേക്കും മാവ് ഇതുപോലെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ച് അതിലെ എയറൊക്കെ കളഞ്ഞ ശേഷം ആ പ്രതലത്തിൽ കുറച്ച് പൊടി തൂവി കൊടുത്തു. ഇനി ഞാനിതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് ചപ്പാത്തി കോലിൽ കുറച്ച് പൊടി തൂവിയിട്ടുണ്ട്. ഇങ്ങനെ പൊടി തൂവി കൊടുത്താൽ മാവ് അധികം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. പരത്തുന്ന സമയത്ത് ഇത് പരത്തുന്ന കിട്ടാൻ ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് സമയം കൂടി മാവിനൊന്ന് റെസ്റ്റ് കൊടുത്താൽ മതി. ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനിതൊരു 18 ഇഞ്ച് നീളത്തിലും ഒരു 15 ഇഞ്ച് വീതിയിലുമാണ് പരത്തിയിട്ടുള്ളത്. ഇങ്ങനെ പരത്തിയ ശേഷം ഇതിലേക്ക് ഞാൻ ബട്ടർ തേച്ച് കൊടുക്കുകയാണ് ചെയ്തത്. സോഫ്റ്റ് ആയിട്ടുള്ള 50 ഗ്രാം ബട്ടറാണ് തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 50 ഗ്രാം പഞ്ചസാരയിലേക്ക് ഞാൻ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിച്ചത്. ഇതിന് പകരം സാധാരണ പഞ്ചസാര ആയാലും ഉപയോഗിക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ വിതറി കൊടുത്തു. എന്നിട്ട് ഇത് ഒരറ്റത്ത് നിന്ന് ഇതുപോലെ ചുരുട്ടി റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇത് ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. ഏകദേശം ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലാണ് മുറിച്ചെടുത്തത്. മുറിക്കാനായിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള കത്തി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നൂല് ഉപയോഗിക്കാം. ഞാൻ നൂല് ഉപയോഗിച്ചാണ് ഇത് മുറിച്ചത്. മുറിച്ച കഷ്ണങ്ങൾ 8 ഇഞ്ച് വലിപ്പമുള്ള ഒരു സ്ക്വയർ ടിന്നിൽ ഇതുപോലെ അറേഞ്ച് ചെയ്തു. മൊത്തം 9 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചത്. പിന്നീട് ഇത് ഒന്നുകൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. ഇതുപോലെ കവർ ചെയ്തിട്ടാണ് വെച്ചത്. ഒരു 35-40 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും മാവ് ഇതുപോലെ ഒന്നുകൂടി വലിപ്പം വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ ആ ഇംപ്രഷൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതായത് ഈ മാവ് പാകത്തിന് ഫെർമെൻ്റ് ആയിട്ടുണ്ടെന്നാണ്. ആ കുഴിവ് നികന്നു വന്നിട്ടുണ്ടെങ്കിൽ മാവ് കുറച്ച് സമയം കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 28 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തത്. അപ്പോൾ ഇതുപോലെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഓവനില്ലാതെ നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഇത് ബേക്ക് ചെയ്യാൻ പറ്റും. ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്, നല്ല രുചിയുണ്ട്. ഞാനിത് ഇതുപോലെ തന്നെയാണ് സെർവ് ചെയ്തത്. നമുക്കിത് ഷുഗർ ഗ്ലേസ് ഒക്കെ തേച്ചും സെർവ് ചെയ്യാവുന്നതാണ്. ഇതെന്തായാലും വീട്ടിലെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.